LDF ഭരിക്കുന്ന നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM പ്രാദേശിക നേതൃത്വം രംഗത്ത്. രാജാക്കാട് മുല്ലക്കാടത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ആരോഗ്യവകുപ്പിന്റെയും വീഴ്ചയെന്ന ആരോപണവുമായിട്ടാണ് CPM നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നോ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരോ ഇല്ലാത്തത് ആരോഗ്യവകുപ്പിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പരാജയമാണെന്നും CPM ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയായി ഉയർത്തുമെന്ന വാഗ്ദാനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഡോക്ടർമാർ പോലും ഇല്ലാത്ത സാഹചര്യമുണ്ടാവുന്നത്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം UDFന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചത്. യോഗത്തിൽ CPMനെതിരെയും സർക്കാരിനെതിരെയും കോൺഗ്രസ് നേതാക്കൾ ആഞ്ഞടിച്ചിരുന്നു. ഇതോടെയാണ് വിഷയത്തിൽ CPM മുല്ലക്കാനം ലോക്കൽ കമ്മിറ്റിയും രംഗത്ത് വന്നത്. രാജാക്കാട് മുല്ലക്കാടത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ആരോഗ്യവകുപ്പിന്റെയും വീഴ്ചയെന്ന ആരോപണമാണ് CPM നേതൃത്വം മുൻപോട്ട് വയ്ക്കുന്നത്. ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നോ ഡോക്ടർമാരോ ഉൾപ്പെടെയുള്ള ജീവനക്കാരോ ഇല്ലാത്തത് ആരോഗ്യവകുപ്പിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പരാജയമാണെന്നും CPM ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ പറഞ്ഞു. ആരോഗ്യ വകുപ്പിൻ്റെ ഉണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യക്ഷമത കുറവുണ്ട്, രണ്ടുമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ വലിയ അപാകത ഉണ്ടെന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷെ മുല്ലക്കാനം CHSയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധക്കുറവുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ആക്ഷേപമുള്ളത്. മൊത്തത്തിൽ കുഴപ്പമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ HMC എല്ലാം കൂടി ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കും, പരിഹാരം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനമൊക്കെ എടുത്തിട്ടുള്ളതാണ്. പക്ഷെ അത് പ്രാവർത്തികമായിട്ടില്ല. പ്രാവർത്തികമാക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരെ ചെയ്യേണ്ടതാണ്, ചെയ്യിപ്പിക്കേണ്ടതാണ്. പക്ഷെ ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കാണ് ചിലപ്പോൾ. LDF ഭരിക്കുന്ന നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ ശോചനീയാവസ്ഥയിൽ CPM പ്രാദേശിക നേതൃത്വം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ വിഷയത്തിൽ ഇനിയുണ്ടാകുന്ന തീരുമാനങ്ങളിൽ ഉറ്റുനോക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളും. ഇടുക്കി വിഷൻ ന്യൂസ്, രാജാക്കാട്.